കൊല്ലത്ത് നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കള്ളക്കേസെടുത്തെന്ന ആരോപണം. പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുണ്ടറ സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഫൈസൽ കുളപ്പാടത്തിനെതിരെയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന കേസിലാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ഫൈസൽ കുളപ്പാടത്തെ രണ്ടാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. എന്നാൽ ഈ കേസിൽ ഇളമ്പള്ളൂർ സ്വദേശി ശിഹാബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഫൈസലിന്റെ പേര് പറയാൻ പോലീസ് നിർബന്ധിച്ചെന്നും ശിഹാബ് പറഞ്ഞു. സംഭവം നടന്ന അരമണിക്കൂറിനുള്ളിൽ പരിക്കേറ്റവർ ആശുപത്രിയിലെത്തി ഡോക്ടർക്ക് നൽകിയ മൊഴിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഒരാളെന്ന് പറഞ്ഞിരുന്നു. ഇത് റിപ്പോർട്ടിലും വ്യക്തമാണ്. പക്ഷേ 6 മണിക്കൂർ കഴിഞ്ഞ കുണ്ടറ പോലീസ് തയ്യാറാക്കിയ FIR-ൽ ഫൈസൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചെന്നും കൂട്ടിച്ചേർത്തു. ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനോട് പോലീസും CPM-ന്റെ നേതാക്കന്മാരും നടത്തിവരുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അത് ഇവിടെ വീണ്ടും കുണ്ടറ സ്റ്റേഷനിലും തുടർന്നു വരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ഫൈസലിനൊപ്പം KSU നേതാക്കളായ ആഷിഖ് ബൈജുവിനെയും നഫ്സൽ കളത്തിക്കാടിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് DYFI പ്രവർത്തകരെ നവകേരള സദസ്സിൽ മർദ്ദിച്ചതിന്റെ പക വീട്ടുകയാണ് CPM എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും സമരം വരും ദിവസങ്ങളിലും തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.